ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റപത്രം നൽകാത്തതിന് SIT വിമർശിച്ച് ഹൈക്കോടതി. പ്രതികൾക്ക് എങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നുവെന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ചോദിച്ചു. കുറ്റപത്രം നൽകിയാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തടയാൻ കഴിയും. അല്ലാത്ത പക്ഷം പൊതുജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയമുണ്ടാകുമെന്നും കോടതി പറഞ്ഞു. അതേസമയം പത്മകുമാറിനെതിരെയുള്ള തെളിവ് ശേഖരണത്തിൽ SITക്ക് വീഴ്ച പറ്റി എന്ന വിവരവും പുറത്തുവന്നു. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയ മിനിറ്റ്സ് രേഖയുമായി ബന്ധപ്പെട്ട് 3 ദിവസം മുൻപ് മാത്രമാണ് പത്മകുമാറിന്റെ കൈയക്ഷര പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചത്. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തന്റെ മൊഴി വീണ്ടും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, എന്തൊക്കെ പരാമർശങ്ങൾ ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി? വിഷ്ണു, ഉന്മേഷ്, ഈ കേസിലെ 12ാം പ്രതിയായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത്. തനിക്ക് ജാമ്യം ലഭിക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ അനിവാര്യമാണെന്നും തന്റെ അറസ്റ്റ് നടപടികളിൽ അടക്കം വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് SITക്കെതിരെ അതിരൂക്ഷ വിമർശനം ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഭാഗത്തുനിന്ന് വന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട SIT വലിയ കാലതാമസം ഉണ്ടാക്കുന്നു എന്നതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അതായത് 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് സാധിക്കുന്നില്ല. ആ പശ്ചാത്തലത്തിൽ പ്രധാന പ്രതികൾക്കടക്കം സ്വാഭാവിക ജാമ്യം ലഭ്യമാകുന്ന സാഹചര്യമുണ്ട്. ഇത് അന്വേഷണത്തെ തന്നെ സംശയനിഴലിൽ നിർത്തുന്നു എന്നാണ് കോടതി പറഞ്ഞത്. അങ്ങനെ ഈ സ്വാഭാവിക ജാമ്യം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ SITയുടെ ഭാഗത്തുനിന്ന് വേണം. എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ചാൽ മാത്രമേ ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം നൽകുന്നത് തടയാനാകൂ എന്ന് കോടതി വളരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ കേസിൽ നേരത്തെയും സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് അതിരൂക്ഷ വിമർശനം SITക്കെതിരെ ഉണ്ടായിരുന്നു. അത് ചില അറസ്റ്റുകൾ വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ വിമർശനം വന്നിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇനി SIT ഇതിൽ എന്ത് നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിന്റെ ഈ വിമർശനങ്ങളെ എങ്ങനെ കൈക്കൊള്ളും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. SITയെ സംബന്ധിച്ച് അവർക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ ഏറെ ബുദ്ധിമുട്ടുകളുണ്ട്, ഏറെ വെല്ലുവിളികളുണ്ട്. കാരണം ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ ഇനിയുമായിട്ടില്ല. പല ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും പുറത്തു വന്നിട്ടില്ല. ഇനി തെളിവെടുപ്പിന്റെ അടക്കം സമഗ്രമായ വിവരങ്ങൾ, അതല്ലെങ്കിൽ ഇനി കൂടുതൽ പ്രതികളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ SITക്ക് മുൻപാകെ ഉണ്ട്. അന്വേഷണം പൂർണ്ണമായി അവസാനിച്ചിട്ടുമില്ല. ആ ഘട്ടത്തിൽ ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയായിരിക്കും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോൾ ഫെബ്രുവരി 2-ാം തീയതി ഈ കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ കേസിലെ ജാമ്യഹർജി പരിഗണിക്കുകയാണ്. 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു ആ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ആ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കും. സ്വാഭാവികമായും 1-ാം പ്രതിക്ക്, ഈ കേസിലെ പ്രധാന കൾപ്രിറ്റ് എന്ന് SIT പറയുന്ന 1-ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ മറ്റു പ്രതികളൊക്കെ ഇതേ വാദം കോടതിയിൽ ഉന്നയിക്കും. 1ഉം 2ഉം പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്, പിന്നീട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ജാമ്യം ലഭിക്കുന്നില്ല എന്ന വാദം കോടതിയിൽ ഈ പ്രതികൾ ഉന്നയിക്കും. സ്വാഭാവികമായും അവരുടെ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ നടപടിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അത് ഈ അന്വേഷണത്തിന്റെ മെറിറ്റിനെ ഒന്നാകെ ബാധിക്കും, അന്വേഷണത്തിന്റെ മുന്നോട്ട് പോക്കിനെയും ബാധിക്കും. പ്രത്യേകിച്ച് SIT തന്നെ പറയുന്നത് ഈ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ ഇവർക്ക് ജാമ്യം ലഭിച്ചാൽ ആ നടപടിയിലേക്ക് ഇവർ പോയാൽ കേസിന്റെ മെറിറ്റ് പൂർണ്ണമായും തള്ളപ്പെടും, അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാവും, പ്രതിരോധത്തിലാവും. ആ ഘട്ടത്തിലാണ് കോടതി ഇന്ന് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഇടപെട്ടിരിക്കുന്നത്, കൃത്യമായി വിമർശനം ഉന്നയിക്കുന്നത്. 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനിയും അതിൽ വൈകിക്കൂടാ. കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കണം, പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തടയണം എന്നാണ് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന വിമർശനം. ഉന്മേഷം, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.